എം പി രാജേഷ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച്, ഗുണ്ടായിസം, തോന്നിയവാസം, ധിക്കാരം, പ്രതിപക്ഷത്തിന്റെ സമരത്തെക്കുറിച്ചാ, പ്രതിഷേധ പ്രകടനത്തെക്കുറിച്ചാ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ ഗുണ്ടായിസമൊക്കെ പാർലമെന്ററി ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശ്രീ രാജേഷേ, ഈ കേരള നിയമസഭയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുന്നതും ബാനർ ഉയർത്തുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ഇതാദ്യമല്ല. എത്രയോ സന്ദർഭങ്ങളിലെ LDF പ്രതിപക്ഷത്തായിരിക്കുമ്പോഴേ അവർ ഡയസിൽ കയറിയിരിക്കുന്നു. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അങ്ങേക്കത് മനസ്സിലാവും. 1970 ജാനുവരി അവസാനം 27 29 തീയതി എന്ന് ഒരു ചെറിയ സംശയമുണ്ട്. അന്ന് അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. സപ്തകക്ഷി ഗവൺമെന്റ് തകർന്നിട്ട് CPIയുടെ അച്യുതമേനോന്റെ നേതൃത്വത്തിലൂടെ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സർക്കാർ നിലവിൽ വന്നതിന്റെ കടുത്ത നിരാശയിലും പകയിലുമായിരുന്നു അന്ന് CPM. അന്ന് നിയമസഭാ പരിസരത്ത് ചില CRP ഭടന്മാരെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ പ്രതിഷേധം ഉയർത്തിയ CPM അംഗങ്ങള്, അന്ന് D ദാമോദരൻ പൊറ്റിയാണ് സ്പീക്കർ, ഡയസിലേക്ക് പാഞ്ഞു കയറി സ്പീക്കറെ അവിടെ ഒന്ന് ഓടിച്ചു. സ്പീക്കറുടെ മുമ്പിൽ ഉണ്ടായിരുന്ന മൈക്ക് പിഴുതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ടൈം പീസ് വലിച്ചെറിഞ്ഞു. പിന്നീട് കമ്പ്യൂട്ടർ തകർത്തത്, അന്ന് ടൈം പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് വലിച്ചെറിഞ്ഞു. വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചു. അന്ന് സ്പീക്കർക്ക് രക്ഷാകവചം തീർത്ത ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ചവിട്ടിക്കൂട്ടി, ഡയസിലെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. സ്പീക്കർ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. 6 MLA വരെയാണ് പിറ്റേന്ന് സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 1983 മാർച്ച് 29 അന്ന് സഭാ നടപടി അലങ്കോലപ്പെടുത്തിയതിന്റെ പേരില് കോടിയേരി ബാലകൃഷ്ണൻ, കോഴിക്കോട് കൃഷ്ണൻ നായർ, MV രാഘവൻ എന്നീ 3 CPM അംഗങ്ങളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം എന്താ ചെയ്തത്? ഈ സസ്പെൻഷൻ ധിക്കരിച്ചുകൊണ്ട് ഈ 3 പേരെ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുവാൻ CPM ശ്രമിച്ചു. ചുറ്റും വനിതാ അംഗങ്ങളെ നിർത്തിക്കൊണ്ട് അവരുടെ ഒരു കവചം തീർത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. സസ്പെൻഷൻ നിൽക്കുന്ന അംഗങ്ങളാ, അവർക്കകത്ത് വരാൻ പാടില്ല. അതിനെ തുടർന്ന് വാച്ച് ആൻഡ് വാർഡുമായിട്ട് വലിയ യുദ്ധം തന്നെ ഉണ്ടായി. കയ്യാങ്കളി നടന്നു. അതിൽ പലർക്കും പരിക്ക് പറ്റി. 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഈ നിയമസഭയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാ. പിന്നെ KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോ നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങൾ, ശ്രീരാമകൃഷ്ണൻ, KT ജലീല്, ഇവരൊക്കെ ഈ ഡയസിൽ കയറി എന്നുകൊണ്ട് ചെയ്തതൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്നലെ സഭയിൽ ഈ തർക്കമുണ്ടായപ്പോ ഒരു കോൺഗ്രസ് അംഗം അന്നത്തെ ശിവൻകുട്ടിയുടെ ചിത്രമെടുത്ത് ഉയർത്തി കാണിക്കുന്നുണ്ട്. സർ, ഈ സഭ ഉള്ളിടത്തോളം കാലം അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ആ ചിത്രം നീക്കി സർ. ശിവൻകുട്ടി മന്ത്രി മുണ്ട് മടക്കി കുത്തി വേദിയിൽ നടത്തിയ പ്രകടനങ്ങള്. MV രാഘവനെ നിങ്ങൾ തല്ലിച്ചതച്ചില്ലേ? ഓർമ്മയില്ലേ അത്? 1987 ജൂലൈ 1 പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എന്തോ കടലാസ് TK രാമകൃഷ്ണൻ കൈ കൊടുക്കാൻ പോയതാ. ഭരണപക്ഷ ബെഞ്ചുകളുടെ മുമ്പിലിട്ട് ചവിട്ടി കൂട്ടി MV രാഘവനെ CPM അംഗങ്ങള്. എന്നിട്ടാണ് MV രാജേഷ് ഇവിടെ വന്നിട്ട് ഇന്നത്തെ പ്രതിഷേധ പ്രകടനത്തെ ധിക്കാരം, തോന്നിയാസം, ഗൂണ്ടായിസം എന്നൊക്കെ പറയുന്നത്. ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മുടെ KB ഗണേഷ് കുമാർ ഇന്ന് പ്രതിപക്ഷത്തിന്റെ നടപടി ഷെയിംഫുൾ ആണെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹം LDFന്റെ മന്ത്രിയാ. ഒരു കാലത്ത് പുള്ളിക്കാരി UDFന്റെ മന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ 3 പ്രതിപക്ഷ അംഗങ്ങള് മന്ത്രിമാരുടെ നിരയിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കോളറിൽ പിടിച്ചു. ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്? അതിന്റെ പേരിൽ രാജു എബ്രഹാം, MV ജയരാജൻ, PS സുബാൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഈ നിയമസഭയിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ സഭാ നടപടികൾക്കിടയ്ക്ക് വട്ടിയൂർക്കാവ് പ്രതിനിധി VK പ്രശാന്ത് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം സ്പീക്കറോട് പറയുന്നത് കേട്ടു, പ്രതിപക്ഷത്തോട് പുറത്തുപോയി സമരം ചെയ്യാൻ പറയണം സാർ എന്ന്. പ്രശാന്തേ, 1975 ഫെബ്രുവരി 25 നമ്മുടെ പഴയ നിയമസഭാ മന്ദിരത്തില് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള കെട്ടിടത്തില് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തില് സഭയ്ക്കുള്ളിൽ സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. പിറ്റേ ദിവസം സഭ സമ്മേളിക്കുമ്പോഴും സത്യാഗ്രഹം തുടരുകയായിരുന്നു. 30 മണിക്കൂർ നീണ്ട സത്യാഗ്രഹം. ഇതൊക്കെ ചരിത്രമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ആവാം. പ്രതിപക്ഷം അല്ലെങ്കിൽ UDF, കോൺഗ്രസ്സുകാരോ ലീഗോ കേരള കോൺഗ്രസ് J ഒക്കെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് വലിയ പാതകമാവും. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന സംഭവങ്ങളായിട്ടങ്ങ് മാറും. നിയമസഭയിൽ ഇതുപോലെ അക്രമാസക്തമായ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു പാർട്ടി CPM അല്ലാതെ വേറെന്നില്ല. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ CPM-നെ തോൽപ്പിക്കാൻ ആരുമില്ല. നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രം എടുത്താൽ അതാ വസ്തുത, മറക്കരുത്. ഇപ്പൊ ഈ പ്രസംഗങ്ങളൊക്കെ എല്ലാവരും ലൈവായിട്ട് സഭ TV-ലൊക്കെ കാണുക, പത്രത്തിൽ വരുന്നത് മാത്രമല്ല. അപ്പൊ ആളുകൾ ഇതൊക്കെ ഓർക്കും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സഭ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്പീക്കർ ബാനറുകൾ പിടിച്ചു വാങ്ങൂ എന്നൊക്കെ വളരെ കോപാകുലനായി പറയുന്നത് കേട്ടു.
സ്പീക്കർ സാബ് ഒരു സംശയം ചോദിക്കുക. അവകാശ ലംഘനമായിട്ടൊന്നും കരുതിക്കളയരുത്. പ്രതിപക്ഷം ഉയർത്തിയ 2 ബാനറുകളിൽ ഒന്ന് വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു വാങ്ങി കീറിക്കളഞ്ഞാൽ ശബരിമലയിലെ സ്വർണം കട്ടത് സംബന്ധിച്ചുള്ള ആരോപണം ഇല്ലാതാകുമോ? ഇരുട്ടുകൊണ്ട് നമുക്ക് ഓട്ട അടയ്ക്കാൻ സാധിക്കുമോ സ്പീക്കർ സാബ്?